ഹായ്, എവറീൻ ലാൻഡ്സ്കേപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായൻ. ഞാൻ പുതിയ നഴ്സറിയുടെ ഫ്രണ്ടിലാണ്. നമ്മുടെ റോഡിൽ കൂടെ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞ് പോകുന്നുണ്ട്. അതിൻ്റെ തലത്തിൽ കണ്ടാന ആൾക്കാർ ഇന്ന് നമുക്ക് പല ബിസിനസ്സുമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ പുതിയ പുതിയ മേഖലയിൽ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ നമ്മുടെ നേഴ്സറിയിലെ പുതിയ കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് കിടക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് 2-3 ദിവസം നമ്മുടെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു. കുറേ വീഡിയോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി, സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടുത്തെ ഈ പുതിയ സ്ഥലത്ത് മാന്തോട്ടമാണ്. ഈ മാന്തോട്ടം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. നിങ്ങളൊരു പുതിയ വീടൊക്കെ വെക്കുമ്പോൾ നിങ്ങളൊരു കായ്ച്ച മാവോ മുറ്റത്ത് ഒരു പേര അങ്ങനെയുള്ള വലിയ മരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലാത്തതാണെങ്കിലും നമുക്ക് മുഴുത്ത ഒരു ഫലവൃക്ഷം കൊണ്ട് വെക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ ആൾക്കാർ വെളിയിൽ നിന്ന് വന്നാൽ UK നിന്ന് വന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്നു ഒരു വീട് വെച്ചു, അപ്പോൾ നിറച്ച് മാങ്ങയൊക്കെ ആയിട്ടൊരു മാവ് അങ്ങനെ ഒരു മരമൊക്കെ ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാവ്. ഇത് നല്ല വലിപ്പമുള്ള മാവുകളാണ്. ഉണ്ടാവും നിറച്ച് പൂവ്. ഇത് ബനാന മാങ്കോ എന്ന സാധനമാണ്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ 2-3 മാങ്ങ ആൾക്കാർ പിടിച്ച് പറഞ്ഞു പോയി. ഇത് ബനാന മാവാണ്. ഓൾറെഡി ഈ മാവ് ഇത് സോൾഡാണ്. ഇത് നമ്മൾ കൊടുത്തതാണ്. ഈ മാവ് കൊണ്ടുപോകാനുള്ള സമയം കിട്ടിയില്ല, അത് കാരണം നിർത്തിയേക്കുന്നതാണ്. ബനാന മാവ്. ഇത് നീലം മാവ് നിൽക്കുന്ന മരം മാങ്ങയുമായിട്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ പറിച്ച് ഒരു 5-6 കിലോ പറിച്ച് വിൽക്കാൻ പറ്റിയ അല്ല അച്ചറിടാൻ പറ്റിയ മാവാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാ മാവേലും പൂ അല്ലെങ്കിൽ മാങ്ങ ഉള്ള മാവാണ്. കണ്ടാൽ ഇതൊക്കെ കുറേ ഇച്ചിരി പ്രായമുള്ളതാണ്. ഈ കൂടിനകത്ത് തന്നെ വളരുക എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല കാഴ്ചയാണിത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുഴുത്ത മാവോ പ്ലാവിൻ്റെ തോട്ടം ഞാൻ പിന്നെ കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിലെ കാത്തിരിക്കണേ.